ചാപ്റ്റർ 301 അവസാനം കണ്ടപ്പോൾ വിചാരിച്ചു ചാപ്റ്റർ 302 മുതൽ ഇനി നാഗ്യയെ കാണിക്കത്തില്ലെന്ന്. ചാപ്റ്റർ 302 കാണുമ്പോൾ തോന്നുന്നു ഇത് മൊത്തം ഫുട്ബോൾ ഡ്രാമ എന്ന് മാറിയിട്ട് മൊത്തമായിട്ട് ഇപ്പോൾ ഒരു ഡ്രാമ, അതായത് ഒരു ആക്ഷൻ ഡ്രാമ എല്ലാം വിട്ടിട്ട് ഒരു ടിപ്പിക്കൽ ഡ്രാമ അനിമയിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പോലെ ആയിരിക്കും. ആൻഡ് ഇതിന് പുറമെ വല്ലാണ്ട് സെന്റി സീൻസും കാണിക്കുന്നു. ഞാൻ ഇങ്ങനൊന്നും ഈ ഓതറിനടുത്ത് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കുനിഗാമിയൊക്കെ പോയപ്പോൾ കുനിഗാമി ജസ്റ്റ് പോയി തിരിച്ചു വന്നു. ഇതൊരുമാതിരി നാഗയായിട്ടിട്ട് നമ്മുടെ ഫീലിങ്സിനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതെന്തായാലും നമുക്ക് കണ്ടറിയാം. കാരണം ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നാഗ എന്തായാലും തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. സോ ചാപ്റ്റർ 301 സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണിക്കുന്നത് എല്ലാ മാസ്റ്റേഴ്സും തിരിച്ചു പോകുന്നതാണ്. ആൻഡ് അതിന്റെ കൂടെ തന്നെ നമുക്ക് നെസ്സും കൈസറും കൂടി തിരിച്ചു പോകുന്നതും കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ കൈസർ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ്. നെസ്സിന്റെ അടുത്തല്ല, സ്വന്തമായിട്ട് അവന്റെ അടുത്ത് തന്നെ അവൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൈസർ നെസ്സിന്റെ അടുത്ത് ചെയ്ത കാര്യങ്ങളും ഇതിന്റെ മാച്ചിന്റെ ഇടക്ക് വെച്ചൊരു നെസ്സിനെ ഉപേക്ഷിച്ചതും ആൻഡ് മാച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഏറ്റവും വലിയ എതിരാളിയായിട്ടുള്ള ഇസാഗിയെ തന്നെ അവൻ ഒരു കൊളീഗിനെ പോലെ ഒപ്പം കൂട്ടിയത്. ഇങ്ങനെ ടീം ജയിച്ചെങ്കിൽ പോലും അവനെ കൊണ്ട് ജയിക്കാൻ പറ്റാത്തൊരു ഫ്രസ്ട്രേഷൻ ആണ് അവന്റെ അടുത്തിപ്പോ. ആൻഡ് ഇങ്ങനെയൊക്കെ നടന്നിട്ടും നെസ് കൈസറിന്റെ പിന്നാലെ തന്നെയാണ്, ഒരു പട്ടിയെ പോലെ കൈസറിന്റെ പിന്നാലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇങ്ങനെ നെസ് പിന്നാലെ വരുന്ന കണ്ട കൈസർ, നീ എന്തിനാണ് പിന്നെ എന്റെ പിന്നാലെ നടക്കുന്നത്? ഞാൻ എന്റെ ഈഗോക്കും ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഞാൻ വിട്ടിട്ട് പോയതല്ലേ, പിന്നെ നീ എന്തിനാണ് എന്റെ പിന്നാലെ വരുന്നത്? ഷിറ്റി നെസ് എന്ന് ചോദിക്കും. നീ പിന്നാലെ വരല്ലേ എന്ന് പറയും. ആൻഡ് ഇത് കേട്ട് നെസ് റീപ്ലൈ ആയിട്ട് എന്താ പറയാന്ന് അറിയോ? ഇല്ല, ഞാൻ എന്തായാലും നിന്റെ പിന്നാലെ തന്നെ വരും എന്ന് പറയും. ആൻഡ് ഇത് കേട്ട് കൈസറിന് വീണ്ടും ദേഷ്യം വരും. ആൻഡ് ദേഷ്യം വന്നിട്ട് വീണ്ടും അലറിക്കൊണ്ട് ചോദിക്കും, നിനക്ക് എന്താ എൻ്റെ അടുത്ത് വേണ്ടേ? ഞാൻ ഓൾറെഡി നിന്നെ ഞാൻ വിട്ടിട്ട് പോയി. ഈ ടീമിൽ എന്നെ സപ്പോർട്ട് നിന്നവരെ ഞാൻ വിട്ടിട്ട് പോയി. ആരുടെ അടുത്താണോ ഞാൻ കോമ്പീറ്റ് ചെയ്ത് നിൽക്കണ്ടേ അവന്റെ അടുത്ത് ഞാൻ പെയറായി നിന്ന് കളിച്ചു. ആൻഡ് അവന്റെ ഒപ്പം ടീം അപ്പം അതിന് ശേഷവും ഞാൻ തോറ്റുപോയി. ആൻഡ് ഇങ്ങനെ ഒരു പീസ് ഓഫ് ഷിറ്റാ എന്റെ അടുത്ത് നിനക്ക് എന്താ വേണ്ടതെന്ന് കൈസർ സ്വന്തമായിട്ട് താഴ്ത്തി പറയും. ആൻഡ് ഇത് കേട്ടിട്ട് നെസ് കൈസറിനോട് പറയും. നെസ് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് കൈസറും ഷോക്കാവും. കാരണം നെസ് പറയുന്നത്, ഇല്ല, ഈ പറയതിൽ ഞാൻ യോജിക്കുന്നില്ല. കാരണം നീയും മനുഷ്യൻ തന്നെയാണ്, ഒരു പീസ് ഓഫ് ഷിറ്റ് ഒന്നുമില്ല, ഫ്ലഷ് ആൻഡ് ബോൺസ് ഉള്ള ഒരു സാധാ മനുഷ്യൻ തന്നെയാണെന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് കൈസർ വല്ലാണ്ട് വിഷമിച്ച് നിൽക്കും. ആൻഡ് എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന മാച്ചിൽ നെസ്സും കൈസറിന്റെയും ഭയങ്കര വലിയ കംബാക്ക് ഉണ്ടാവും അവർ തമ്മിൽ. ആൻഡ് മിക്കവാറും അതിന് കാരണക്കാരൻ ഇസാഗി തന്നെയാവും. നോക്കിക്കോളൂ, എന്തായാലും അങ്ങനെ വരത്തുള്ളൂ. ആൻഡ് ഇതിന് ശേഷം നമുക്കൊരു പാനൽ കാണിക്കും. അവിടെയാണ് നമുക്ക് പാനലിൽ ആദ്യമായിട്ട് കൈസർ വിഷമിച്ച് നിൽക്കുന്നത്, ഇത്രയും സീരിയസ് ആയിട്ട് വിഷമിച്ച് നിൽക്കുന്ന ആദ്യമായിട്ട് ആരും കാണിക്കാം. ആൻഡ് ഇവിടെ നെസ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിപ്പെൻഡബിൾ ആയിട്ടും കാണിക്കുന്നു. ആദ്യമായിട്ടാണ് ഇവർ രണ്ടുപേരെ ഇങ്ങനെ നമുക്ക് കാണിച്ചു തരുന്നത്. ആൻഡ് ഇതിന് ശേഷം കാണിക്കുന്നത് ഇതിന് പുറമെ ബാക്കിയുള്ള പ്ലേയേഴ്സ്, ബ്ലൂ ലോക്ക് പ്ലേയേഴ്സ് അല്ലാണ്ട് ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇല്ല, അവരുടെ എല്ലാം ബിഡിങ്സ് ആണ് കാണിക്കുന്നത്. ആൻഡ് ഇതിൽ ഫസ്റ്റ് ഒബ്വിയസ്ലി ആരാണെന്ന് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. യെസ്, കൈസർ ആയിരിക്കും നമ്പർ 1. ആൻഡ് അവന്റെ ബിഡ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 400 മില്യൺ yen. യെസ്, 400 മില്യൺ എണ്ണായിരിക്കും അവന്റെ ബിഡ് വന്നത്. ഇസാഗിയും റിന്നും കൂടി ഒരുമിച്ച് നിന്നിട്ട് അവർ രണ്ടുപേരും ബ്ലൂ ലോക്ക് നമ്പർ 1 ഷെയർ ചെയ്യുന്നത് 240 മില്യൺ ആണ്. ആൻഡ് ഇവിടെ നെസ് ഒറ്റയ്ക്ക് 400 മില്യൺ. ഇസാഗി ബ്ലൂ ലോക്കിലെ നമ്പർ 1 ആണെങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് കൈസറിൽ നിന്നുള്ള പോപ്പുലാരിറ്റിയും കൈസറിന് ആൾ കൊടുക്കുന്ന വിശ്വാസം, അതായത് അവിടെ നടന്ന ബിഡേഴ്സ് കൊടുക്കുന്ന വിശ്വാസം ചെറുതല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും 400 മില്യണിലാവുന്ന എടുക്കുന്നത്. ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിൽ ഇസാഗി ഇതൊക്കെ എങ്ങനെയാണ് നേടിയെടുക്കുന്നത് അവർക്ക് മിക്കവാറും കാണിക്കുക ഡയറക്റ്റ് വേൾഡ് കപ്പിൽ പോകാതെ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? താഴെ കമന്റിൽ പറയാം. ആൻഡ് ഇതിന് ശേഷം നമുക്ക് നെസ്സിൻ്റെ എത്രയാണെന്ന് കാണിക്കും, നെസ്സിൻ്റെയും ബാക്കി പ്ലേയേഴ്സിൻ്റെയും. അതിൽ നെസ്സിൻ്റെ 130 മില്യൺ yen ആയിരിക്കും. ആൻഡ് അതിന് ശേഷം നമുക്ക് ചാൾസിന്റെ കാണിക്കും 110 മില്യൺ yen ആയിരിക്കും അവൻ്റെത്. ആഫ്റ്റർ ദാറ്റ് ആഗയുടെ നമുക്ക് കാണിക്കും 80 മില്യൺ yen ആയിരിക്കും അവന്റെ. ആൻഡ് ഇതിന് ശേഷം വരുന്ന പാനലിൽ നമുക്ക് കാണിക്കുന്നത് ഒരു കമന്ററി വരുന്നതാണ്. അതായത് ബ്ലൂ ലോക്കിന്റെ ഓരോ ഭാഗത്തും സ്പീക്കർ വെച്ചിട്ടില്ല, അവിടുന്ന് ഒരു കമന്ററി വരുന്നതാണ്. ആൻഡ് ആ കമന്ററിയിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏതൊക്കെ ബ്ലൂ ലോക്ക് പ്ലേയേഴ്സ് ആണോ ഇതിൽ സെലക്ട് ആയിട്ടുള്ള അവരെല്ലാവരും പോയി റെസ്റ്റ് എടുക്കുക. ആൻഡ് കാലത്ത് നേരത്തെ എണീക്കുക. ആൻഡ് ഒരു സ്യൂട്ട് ഇട്ടിട്ട് നാളെ റെഡിയായി നിൽക്കുക. കാരണം നാളെ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒബ്വിയസ്ലി ഒരു സ്യൂട്ട് ഇട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കത്തില്ലേ. ആൻഡ് ഇൻഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ ഇവിടെ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവരെ കൊണ്ടുവരാൻ ഒരു ബസ് വരും. ആ ബസ്സിന്റെ വിൻഡോസ് വരെ ബ്ലാക്ക് ചെയ്ത് കളയും. അതായത് പുറത്തുനിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ളതൊന്നും കാണില്ല, ഉള്ളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ളതും ഒന്നും കാണില്ല. ഇൻഫാക്ട് പ്ലേയേഴ്സിന് പോലും അറിയത്തുണ്ടാവില്ല അവരെങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന്. ഈ ഈഗോ എന്താ ചെയ്യണാവും. ആൻഡ് ഇതിനുശേഷം ഓരോ പ്ലേയേഴ്സും ഇങ്ങനെ ഗസ് ചെയ്തുകൊണ്ടിരിക്കും എന്താ ഇപ്പൊ എങ്ങോട്ടാ കൊണ്ടുപോകണേന്ന്. ചിലർ പറയും TV ഇന്റർവ്യൂക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകണേന്ന്. ആൻഡ് ചിലർ പറയും ഇപ്പൊ പ്രസ് മീറ്റിനാണ് കൊണ്ടുപോകണേ, ജേർണലിസ്റ്റിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുന്നെല്ലാം പറയും. ആൻഡ് ഇങ്ങനെ ഓരോരുത്തരോടും സംസാരിച്ചിട്ടും ഓരോന്നും ഇങ്ങനെ ഗസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 പേര് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ടിരിക്കുകയായിരിക്കും. ഒന്നായിരിക്കും ഇസാഗി, ഇപ്പോഴും നാഗിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇസാഗി ആലോചിക്കുന്നത് അവന്റെ അടുത്ത് പറഞ്ഞില്ലേ ഒരിക്കലും സോക്കർ ക്വിറ്റ് ചെയ്തിരുന്നത്, അത് ശരിയാണോ അതോ തെറ്റാണോ എന്നാണെന്നാണ് അവ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇനി എന്തെങ്കിലും ഫുട്ബോൾ കളിക്കുമ്പോൾ നാഗിയെ കാണുമെന്ന്. അതിന് ഇസാഗി റിയോയെ നോക്കുന്നു. റിയോ ഇതുപോലെ തന്നെയാണ്, എല്ലാവരുടെ അടുത്തും ഭയങ്കര മിങ്കിളായിട്ട് കളിച്ചുകൊണ്ടിരുന്ന
റിയോ ആരടുത്തും സംസാരിക്കാണ്ട് ഒറ്റ ഒരു മൂലയിലിരിക്കുന്നതാണ്. ആൻഡ് ഇങ്ങനെ റിയോയെ നോക്കിയതിനു ശേഷം ഇസാഗിക്ക് തോന്നും ഇപ്പൊ എന്തായാലും നാഗി പോയി, ഇനി സ്ട്രെസ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സീറ്റിനോട് ചാരിയിട്ട് അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഇസാഗി റെസ്റ്റ് ചെയ്യും അവിടെ. ആൻഡ് ഇങ്ങനെ ഇസാഗി റെസ്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഒരു അനൗൺസ്മെന്റ് വരിക, ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്, അപ്പൊ എല്ലാവരും ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. ആൻഡ് ഇനി എന്തിനാ കൊണ്ടുവന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ജയിച്ച പ്ലേയേഴ്സിന് വേണ്ടിയിട്ടെല്ലാം ഒരു വിക്ടറി പരേഡിനാണ് കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് ഇതെല്ലാം ഈഗോയുടെ പ്ലാനിങ് ആണ്, വിക്ടറി പരേഡ് കൊടുക്കേണ്ട കാര്യമെല്ലാം. കാരണം അത്രത്തോളം പൈസയാണ് ബ്ലൂ ലോക്ക് ടീം ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. ആൻഡ് ഇങ്ങനെ പരേഡിന് വേണ്ടിയിട്ട് ഇസാഗി ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും അത് കാണുക, അവന്റെ മുന്നിൽ ഒരുപാട് പേര് നിൽക്കുന്നത്. അതായത് ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നിൽക്കുന്നു. അതിന്റെ ആളുകളെല്ലാം ചിയറപ്പ് ചെയ്തിട്ടും ക്ലാപ്സ് ചെയ്തിട്ടും അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇത്രയും പേരെ കണ്ടെങ്കിൽ പോലും ഇവർക്ക് വല്ലാണ്ട് നെർവസ് ഇല്ല. കാരണം ഇത്രയും പേര് ഓൾറെഡി അവർ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ലോക്ക് വേഴ്സസ് U20 മാച്ച് നടന്നില്ലേ, അവിടെ എന്തായാലും ഇത്രയും പേര് എന്തിനും കൂടുതൽ പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അത്രയും വലിയ പരേഡിൽ അത്ര നെർവസ് ഒന്നും ആയിരുന്നില്ല എല്ലാവരും. അന്ന് എല്ലാവരും U20 ടീമിനാണ് ചെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് എല്ലാവരും ബ്ലൂ ലോക്ക് ടീമിനെയാണ് ചെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫീലിംഗ്സ് കുറച്ച് വലുതാണ്. ആൻഡ് യുക്കീമ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം ബ്ലൂ ലോക്ക് ടിവിയാണ്. ബ്ലൂ ലോക്ക് ടിവിയാണ് ഇത്രയും ഫെയിം ഉണ്ടാക്കി തന്നതെന്ന്. കാരണം ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്നില്ലെങ്കിൽ എല്ലാവരും ഉള്ളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ആൾക്കാർക്ക് എങ്ങനെ അറിയാം ഇപ്പോൾ ബ്ലൂ ലോക്ക് പറഞ്ഞ ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര നല്ല പ്ലേയേഴ്സ് ഉണ്ടെന്നുള്ളതൊന്നും. ആൻഡ് ഇതിന് ശേഷം നമുക്ക് കാണിക്കുന്ന ഓരോ പ്ലേയേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ്. അതിൽ കുനിഗാമി ഇപ്പോഴും ഭയങ്കര ദേഷ്യത്തിൽ അരഗന്റ് ആയിട്ട് നിൽക്കുകയാണ്. ചിഗിരി വയ്ക്കുന്നത് ചിരിക്കലും ചെയ്യടാന്ന് പറയും. അതിൽ കുനിഗാമി പറയും ഷട്ടപ്പ് എന്ന് പറയും. കുനിഗാമി എന്താണ് ഈഗോ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ചെയ്തതെന്ന് ആർക്കും ഒരു പിടുത്തമില്ല. വൈൽഡ് കാർഡിന് മുന്നേ എന്താണ് കുനിഗാമിയുടെ അടുത്ത് ഉണ്ടായെന്ന് ആർക്കും അറിയത്തില്ല. ആൻഡ് ഇതിന് ശേഷം നമുക്ക് ഇസാഗിയെ കാണിക്കും. ഇസാഗി ഇപ്പൊ എന്താ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാഗിയെ കുറിച്ചായിരിക്കും. നാഗിയെ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഗോള്, അതായത് ഇസാഗി അടിച്ച ഗോളും നാഗി അടിക്കേണ്ടിരുന്ന ഗോളും. കാരണം ഒരു ഗോള്, ഒരു അസിസ്റ്റ് നന്നായിട്ട് വന്നു, അത് ഗോളായി. ആ ഗോള് എൻ്റെ ജീവിതം ഇങ്ങനെ ഹൈ പോയിന്റിൽ എത്തിച്ചു. ആൻഡ് ഒരു ബോള് അത് അസിസ്റ്റ് കൊടുത്തത് മര്യാദക്കായില്ല. അതുകൊണ്ട് തന്നെ ഈ ഹൈ മൊമെന്റ് കിട്ടാണ്ടും പോയി. അങ്ങനെ നാഗിയും ഇസാഗിയും തമ്മിലുള്ള ആ ഡിഫറൻസ് ഇസാഗി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ആൻഡ് ഇതിനുശേഷം ഇസാഗി ഒരു തീരുമാനം എടുക്കും. വേൾഡിലെ നമ്പർ 1 ആവാണ്ട് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആകില്ല, നാഗിയെ പോലെ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആകില്ല എന്നുള്ള കാര്യം ഇസാഗി തീരുമാനം എടുക്കും. ആൻഡ് ഇതിന് ശേഷം വരുന്ന ചാപ്റ്റേഴ്സും എല്ലാം നിങ്ങളെ കംപ്ലീറ്റ്ലി ഷാറ്റർ ചെയ്യാൻ തുടങ്ങും. കാരണം നമുക്ക് വേറെ തന്നെ ഒരു ഇമോഷണൽ ഹുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും. കാരണം നമുക്ക് നാഗിയെ കാണിക്കും. നാഗി അവന്റെ റൂമിലോട്ട് പതുക്കെ കയറി ചെല്ലും. ഇരുണ്ട റൂമായിരിക്കും. ആൻഡ് റൂമിലോട്ട് അവന്റെ ബാഗ് വലിച്ചെറിഞ്ഞിട്ട് അവൻ നേരെ കിടക്കും. എന്നിട്ട് അവന്റെ കാക്ടസ് ഇല്ലേ ചോക്കി, അതിനോട് ഹായ് പറയും. എന്നിട്ട് അവൻ കിടന്നുറങ്ങും. ഉറങ്ങുന്നതിന്റെ മുന്നേ നമുക്ക് ഓദർ കാണിക്കും ദാറ്റ്സ് ഇനഫ് എന്ന്, അതായത് അവൻ്റെ ഇത് കഴിഞ്ഞു എന്ന് പോലുള്ളത് നമുക്ക് കാണിക്കും. ആൻഡ് ഇതിന് ശേഷം രാവിലെ ആവും. രാവിലെ ആയപ്പോൾ നാഗി വീണ്ടും എഴുന്നേക്കും. ആൻഡ് രാവിലെ എഴുന്നേറ്റതിന് ശേഷം അവന്റെ ചോക്കി ആവാൻ തുടങ്ങും. കാരണം അതിന് ഒന്ന് വേദന ആവാണ്ട് അവന്റെ ഉറക്കം അവന് പോവില്ല. അതുകൊണ്ട് തന്നെ ചോക്കിയുടെ ഒരു ഗുഡ് മോർണിംഗ് എല്ലാം പറഞ്ഞിട്ട് ചോക്കി ഒന്ന് തൊടും. ആൻഡ് ഇതിന് ശേഷം അവൻ സ്കൂളിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി സ്കൂളിലോട്ട് പോകും. സ്കൂളിലോട്ട് പോയപ്പോഴായിരിക്കും പണ്ട് അവനെ ഇഗ്നോർ ചെയ്ത എല്ലാവരും വന്നിട്ട് ഇപ്രാവശ്യം ഹായ് നാഗി വന്നേ പറഞ്ഞ പോലെ തന്നെ അവിടെ എല്ലാവരും വന്നിട്ട് നാഗി വന്നു എന്നെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. പണ്ട് എല്ലാവരും ഇഗ്നോർ ചെയ്ത റിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ റിയോ ഇല്ല, ബാക്കി എല്ലാവരും. ആൻഡ് ഇങ്ങനെ കൂടെ വന്ന് പഠിക്കുന്നവരെല്ലാം വന്നിട്ട് റിയോയുടെ കാര്യവും എന്താ ഇനി സോക്കറിന്റെ ഭാവി എല്ലാം അവൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അവനാണെന്നുണ്ടെങ്കിൽ റിട്ടയർ ആയി തുടങ്ങും. ആൻഡ് ഇതിൽ ഒരുത്തൻ ചോദിക്കും നിനക്കൊരു ഫുട്ബോൾ ഓഫർ ഒന്നുണ്ടല്ലോ, നീ അത് എടുക്കാൻ തയ്യാറാണെന്നെല്ലാം ചോദിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരും അവൻ വേണമെന്നുണ്ടെങ്കിൽ നാഗി ഇപ്പോഴും ഫുട്ബോൾ കളിക്കാന്നുള്ള കാര്യം. ഈ സെയിം കാര്യം ഞാൻ ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്താണ്, വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഞാൻ ആ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഗി തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ബട്ട് അങ്ങനെ ആവത്തില്ല. കാരണം ഇങ്ങനെ നാഗിയെ ചാപ്റ്റേഴ്സിൽ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാഗി വെച്ച് തന്നെ കഥ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതിനുശേഷം നമുക്കൊരു പെൺകുട്ടിയെ കാണിക്കും. ഈ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും റിയോയെ പറ്റിയായിരിക്കും ചോദിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് നാഗി ഇത് കേട്ടിട്ട് ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നാഗി പറയും ഫോർഗട്ട് ഇറ്റ്സ് ഓൾ ഓവർ നൗ എന്ന് പറയും. ഞങ്ങൾ തമ്മിലെല്ലാം തീർന്നു പോലെ പറയും. ആൻഡ് നാഗി ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും മുന്നോട്ടിരിക്കും. പക്ഷെ ഈ ചെറുക്കൻ അപ്പോഴും ചോദിക്കും ബട്ട് നിന്റെ ഓഫറിനെ പറ്റി നീ എന്ത് ചെയ്യുന്നതാണ് ചോദിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഇതിന്റെ റീപ്ലൈ ആയിട്ട് വീണ്ടും നാഗി പറയും ഫോർഗട്ട് ഇറ്റ്, ഐ ആം ഡൺ വിത്ത് സോക്കർ എന്ന് പറയും. അതായത് നാഗി സോക്കർ വിട്ടു. ആൻഡ് ഇതിനുശേഷം നാഗി അടുത്ത് പിന്നെ വേറെ ആരും സംസാരിക്കത്തില്ല. ആൻഡ് ഇതിനുശേഷം പണ്ട് നാഗി എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആവും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഭയങ്കര ലോൺലി ആയിട്ട് ഒറ്റയ്ക്ക് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കത്തില്ലേ, അതുപോലെ തന്നെ അവന്റെ ലൈഫ് പിന്നെയും മുന്നോട്ട് പോകാൻ തുടങ്ങും. അതായത് ക്ലാസ്സിലെല്ലാം അങ്ങനെ തന്നെ ആവാൻ തുടങ്ങും. ക്ലാസ് എടുക്കുമ്പോൾ അവൻ ഗ്ലൂമി ആയിട്ടിരിക്കും. ബുക്ക് മുന്നിൽ കവർ ചെയ്ത് വെച്ചിട്ട് അവൻ അവിടെ കിടന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അവന് വീണ്ടും വിശക്കാൻ തുടങ്ങും. അവന് വിശക്കാൻ തുടങ്ങിയപ്പോൾ അവൻ നേരെ താഴത്ത് പോയിട്ട് അവന്റെ ബാഗിൽ നിന്ന് ഈ ചിപ്സ് ഇല്ലേ, ലേസിന്റെ പാക്കറ്റ്, നമ്മൾ പണ്ടൊക്കെ ചെയ്ത പോലെ തന്നെ അതുപോലെ തന്നെ അവൻ ചിപ്സ് എടുത്ത് കഴിക്കാൻ തുടങ്ങും. എന്നിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ വന്ന് പൊക്കും. ടീച്ചർ വന്നിട്ട് പൊക്കിയിട്ട് പറയും ഇത് ലഞ്ച് ടൈം അല്ല എന്ന് പറയും. എന്നിട്ട് ഇതിനുശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കുന്നത് നാഗി യൂഷ്വലായിട്ട് അവനൊരു മുകളിൽ പോയിരിക്കത്തില്ല, അവിടെ പോയിരുന്നിട്ട് അവന്റെ മൾട്ടിപ്ലെയർ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. എന്നിട്ട് അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈഫാണ് എനിക്ക് ഇഷ്ടം, ഒരു ഹാസിലും വേണ്ട, ഒന്നുമില്ലാണ്ട് ഇങ്ങനെ നടക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എന്ന് അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ഇതിനുശേഷം അവൻ സ്കൂളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവനിങ്ങനെ പഴയ ഓർമ്മ
ഓർമ്മകൾ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ റിയോ ആയിട്ടുള്ള പഴയ ഓർമ്മകൾ, ആ സ്റ്റെയർ കേസിലെത്തുമ്പോൾ പണ്ട് റിയോ അവനെ ഫുട്ബോൾ ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഐഡിയ കൊടുക്കുന്ന സീനൊക്കെ അല്ലേ, അതെല്ലാം ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഇതിനുശേഷം ആ സൈക്കിൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവന് റിയോ ആയിട്ടുള്ള ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവർ രണ്ടുപേരും സൈക്കിളിൽ ഇങ്ങനെ ഒരുമിച്ച് നടന്നുകൊണ്ടിരുന്നത്. മാൻ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്റെ +2 ലൈഫായിരുന്നു ഓർമ്മ വന്നു. ആൻഡ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മിസ് ചെയ്യണ്ടെങ്കിൽ പോലും നാഗി അവനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരിക്കും. അങ്ങനെയല്ല എന്റെ ലൈഫ് അങ്ങനെ ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇങ്ങനെ സ്വയം സംസാരിച്ച് ആ വീട്ടിലോട്ട് ഇങ്ങനെ സൈക്കിൾ ഓട്ടി പോകുമ്പോഴായിരിക്കും അവന്റെ സൈഡിൽ ഒരു വലിയ ഫ്ലെക്സ് കാണാം. ഫ്ലെക്സ് അല്ലെങ്കിൽ ബാനർ എന്ന് പറയാം, ബ്ലൂ ലോക്കിന്റെ ബാനർ. അതിൽ ഇസാഗി, റിന്നെ, ഷീഡോ എല്ലാവരും ഉണ്ടാവും. ഈ ബാനറിൽ കാണിക്കുന്ന അണ്ടർ-20 വേൾഡ് കപ്പിന്റെ പ്രൊമോഷൻ ആണ്. ജപ്പാൻ ടീം ഇപ്പൊ ബ്ലൂ ടോപ്പാണ്, അതായത് ആകാശമുട്ട ഉയർന്നു നിൽക്കുകയാണ്. ഇപ്രാവശ്യം എന്തായാലും കപ്പെടുക്കുന്നൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. അതിനുശേഷം ഇസാഗിയുടെ ഫോട്ടോ നാഗി ശ്രദ്ധിക്കും. ആൻഡ് ഇസാഗിയുടെ ഫോട്ടോ കാണുമ്പോൾ വീണ്ടും നാഗിക്ക് ഒരുപാട് ഓർമ്മകൾ, ഇസാഗി ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ വീണ്ടും ഇങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇതിനുശേഷം വീണ്ടും നമുക്ക് നാഗിയുടെ ഇങ്ങനെ യൂഷ്വൽ റുട്ടീൻസ് കാണിക്കും. അവൻ സ്കൂളിലിരിക്കുന്നത്, സ്കൂളിൽ പണ്ടൊക്കെ ബോറടിച്ചിരിക്കുമ്പോൾ അവൻ ഗെയിം ആയിരിക്കും, ഫോണിൽ ഗെയിം ആയിരിക്കും കളിക്കുന്നുണ്ടാവും. ഇപ്രാവശ്യം അവൻ ഗെയിം കളിക്കാൻ പോലും മൂടാവാണ്ട് അവൻ ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കും. പക്ഷെ പുറത്ത് പിള്ളേര് ഫുട്ബോൾ കളിക്കുന്നത് കാണുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് പോകും. അവൻ ആലോചിക്കുന്ന, അതായത് ഇങ്ങനെ ഹാസൽ ഫ്രീ ആയിട്ടിരിക്കണം, ഒരു പണിക്കും പോകരുത്, എല്ലാം അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടണം എന്നെല്ലാം ആലോചിച്ചുകൊണ്ടിരുന്ന നാഗി ഇപ്പോൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ഒരു ലൈഫ് അല്ല അവന് വേണ്ടത് എന്നുള്ള കാര്യം അവനിപ്പോൾ മനസ്സിലായി തുടങ്ങും. ഇപ്പൊ അവന്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ഫുട്ബോൾ ആണെന്നുള്ള കാര്യം അവന് മനസ്സിലായി തുടങ്ങും. ആൻഡ് ഈ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഉറങ്ങുന്നത്, വെറുതെ ഇരിക്കുന്നത്, ഇതൊന്നും അല്ലാണ്ട് അവനൊരു ഇൻട്രസ്റ്റ് ഫുട്ബോളിൽ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നാഗിക്ക് റിഗ്രറ്റ് ആയി തുടങ്ങും, ട്രൈ ഹാർഡ് ചെയ്യാത്തതുകൊണ്ട്. അതായത് ഒരുപാട് ഹാർഡറായിട്ട് ട്രൈ ചെയ്യാത്ത കാര്യത്തിൽ ഒരുപാട് അവന് റിഗ്രറ്റ് ആയി തുടങ്ങും. സോക്കർ തന്ന എക്സൈറ്റ്മെന്റ്, സോക്കർ തന്ന ലെസൺസ്, സോക്കർ കിട്ടിയ സന്തോഷം, ഇതൊന്നും അവൻ ഇങ്ങനെ നടന്നിട്ട് ഒരിക്കലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് അവൻ ഒരിക്കലും റിയലൈസും ചെയ്തില്ല. ഇതെല്ലാം നാഗി സ്വന്തം ആലോചിച്ചുകൊണ്ടിരിക്കും, ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഭയങ്കര ലേറ്റ് ആയി നല്ല ആലോചിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഇങ്ങനെ ആലോചിച്ച് അവസാനം ആ ബെഞ്ചിൽ ഇരുന്നിട്ട് തന്നെ അവൻ കരയാൻ തുടങ്ങും. ബ്ലൂ ലോക്ക് ഫണ്ണാണെന്നെല്ലാം ആലോചിച്ചിട്ട് അവൻ കരയാൻ തുടങ്ങും. ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്രയൊക്കെ അവന്റെ ലൈഫിൽ സംഭവിച്ചിട്ട് ഇവൻ കരയുന്നുണ്ടായിരുന്നില്ല, റിയോ മാത്രമായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പൊ ഇവൻ കരയുന്നിരുന്നിട്ട് അന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇവൻ ഇപ്പോഴും ഈഗോ ഒന്നും വന്നില്ല, ഒരു ഫയറപ്പ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ കരയുന്ന സീനില്ലേ, ഇത് ഒരുപാട് റിലേറ്റബിൾ ആണ്. ആൻഡ് ഈ റിലേറ്റബിൾ എന്താണെന്ന് ഞാൻ അവസാനം പറയാം. ആൻഡ് ഇതിനുശേഷം ഇങ്ങനെ ബെഞ്ചിലിരുന്ന് കരഞ്ഞുകൊണ്ട് തന്നെ നാഗി ഇങ്ങനെ ആലോചിക്കുന്ന നമുക്ക് കാണിക്കുന്ന, ഒരിക്കലും അവൻ ബ്ലൂ ലോക്ക് മറക്കത്തില്ല, ബ്ലൂ ലോക്ക് ശരിക്കും ഫണ്ണായിരുന്നു, ഐ വിൽ നെവർ ഫോർഗെറ്റ് ബ്ലൂ ലോക്ക് എന്നെല്ലാം പറഞ്ഞ് അവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് ഒപ്പം കരയുന്നുണ്ട്. അവന്റെ മനസ്സിൽ ഇപ്പൊ ഈഗറായിട്ട് ആഗ്രഹം ഉണ്ടാവും, എങ്ങനെയും തിരിച്ചു പോകണം, ഐ വാണ്ട് ടു ഗെറ്റ് ബാക്ക് ആൻഡ് ഐ വാണ്ട് ടു ഗെറ്റ് ഫൈഡ് അപ്പ്. അതായത് ഇനി ആ ബാക്കിയുള്ള പ്രതാപം എല്ലാം തിരിച്ചെടുക്കണം എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും ഇപ്പോൾ. പക്ഷെ നാഗി ഇപ്പൊ ആലോചിക്കുന്ന കാര്യം നമ്മളെല്ലാവരും ആലോചിക്കുന്നതാ, എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല. ഇങ്ങനെ നാഗി കരയുന്നതും ടൈക്കാണ്ടെന്ന് പറഞ്ഞ് ആലോചിക്കുന്നതെല്ലാം കാണിച്ചിട്ട് ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യും. ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഐ ഗസ് യൂഷ്വലി നടക്കുന്ന ബ്ലൂ ലോക്ക് മാച്ചസ് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. നാഗിയുടെ ചാപ്റ്റേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ പാരലായിട്ട് നാഗിയുടെ ലൈഫ് നമുക്ക് കാണിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ ബ്ലൂ ലോക്കും നാഗിയും തമ്മിൽ ഒന്നല്ലെങ്കിൽ ഒപ്പം ചേരണം, അല്ലെങ്കിൽ ഓപ്പോസ് ചെയ്ത് നിൽക്കണം, നാഗി ബ്ലൂ ലോക്ക് ആയിട്ട്. അങ്ങനെ ഇതിലൊന്നും നടക്കണം. കാരണം ഇതൊരു പുതിയ സ്റ്റോറിയുടെ സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് ഇങ്ങനെ തന്നെയായിരുന്നു ഇസാഗിയുടെ സ്റ്റോറിയും കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇസാഗി പണ്ടൊരു അസിസ്റ്റ് കൊടുത്തതിന് ശേഷം അത്രത്തോളം റിഗ്രറ്റ് ചെയ്തെന്നു, ആ പാസിന് ശേഷം എത്രത്തോളം അവൻ കരഞ്ഞെന്നും നമുക്ക് കാണിച്ചതിന് ശേഷമാണ് ഇസാഗിയുടെ റൈസ് അല്ല നമ്മൾ കണ്ടത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ നാഗിയുടെ നടക്കാൻ ചാൻസ്. കാരണം ഇപ്പൊ നാഗിക്ക് മനസ്സിലായിട്ടുണ്ട് അവന് ഏറ്റവും വലിയ സന്തോഷം കൊടുക്കുന്ന കാര്യം സോക്കർ മാത്രമാണെന്ന്, ബാക്കിയുള്ളതൊന്നും അവനിപ്പോ ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഭയങ്കര വലിയൊരു ട്വിസ്റ്റ് അടിക്കാൻ എന്തായാലും ഞാൻ ഒരു ചാൻസ് കാണുന്നുണ്ട്. ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ട്വിസ്റ്റ് എന്തായാലും ആകത്തില്ല. ഐ ഡോണ്ട് നോ ഹൗ എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന്, പക്ഷെ വരുന്നത് ഒരു 1.5 വരവായിരിക്കും മോനെ. ആൻഡ് ഇനി അടുത്ത് വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിൽ നമുക്ക് ഒരുപാട് പുതിയ പ്ലേയേഴ്സിനെയും കാണിക്കും. ഇപ്പൊ ലാസ്റ്റ് ബ്ലൂ ലോക്ക് വേഴ്സസ് U20 മാച്ച് നടന്നില്ലേ, അതിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് പുതിയ പ്ലേയേഴ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ആദ്യം ഡിക്ലെയർ ചെയ്ത് ഇതിൽ തോൽക്കുന്ന ടീം ഔട്ടായി പോകുന്നതാണ്. പക്ഷെ ഈഗോ എന്താ ചെയ്തത്, ഈഗോ അത് നല്ല പ്ലേയേഴ്സിനെല്ലാം ബ്ലൂ ലോക്കുകൾ കൊണ്ടുവന്നിട്ട് അവിടെ ട്രെയിനിങ് കൊടുത്തു. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് പ്ലേയേഴ്സിന് പുതിയ വരാൻ പോകുന്നുണ്ട് ചാപ്റ്റേഴ്സിൽ. ഇൻഫാക്ട് ഫേസ് 3 എന്ത് ട്വിസ്റ്റ് അടിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പ്ലേയേഴ്സിന് വരാനുള്ള ഒരു ചാൻസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താലായിരിക്കും മിക്കവാറും നാഗിയും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് ഓർഡർ വെക്കാൻ പോകുന്നത്. കാരണം വേറൊരു ഓപ്ഷനും ഇല്ല. പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെയുള്ള ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആൻഡ് ഇങ്ങനെ വേറൊരു വൈൽഡ് കാർഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻസ് പോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് നാഗിക്ക് തിരിച്ചു വരാനും നല്ല ചാൻസ് ഉണ്ട്. ആൻഡ് ജസ്റ്റ് നാഗി മാത്രമല്ലല്ലോ തിരിച്ചു പോയിട്ടുള്ളത്, തിരിച്ചു പോയുള്ള പ്ലേയേഴ്സ് എല്ലാവരും ഇതുപോലെ ഫയറപ്പ് ആയിട്ടുണ്ടെങ്കിലോ. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും 50 ദിവസം ഉണ്ട് കളി തുടങ്ങാൻ വേണ്ടി, അതായത് വേൾഡ് കപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ആ 50 ദിവസത്തിൽ നടക്കാവുന്ന പോകുന്ന കാര്യങ്ങളായിരിക്കും മിക്കവാറും ഫേസ് 3 കാണിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ഫേസ് ആയിട്ട് നമുക്ക് കാണിക്കുന്നത് വേൾഡ് കപ്പ് ആയിരിക്കും. വേൾഡ് കപ്പോടെ ബ്ലൂ ലോക്ക് അവസാനിക്കാനാണ് നല്ല ചാൻസ് കാണുന്നത്. ആൻഡ് ഈ 50 ദിവസത്തിൽ നാഗിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർഡർ എഴുതി പിടിപ്പിച്ചാൽ നന്നായിരിക്കും.
സോ അത്രയുള്ള വീഡിയോ ഗൈസ്. അടുത്ത ചാപ്റ്റേഴ്സ് ഞാൻ ഒരു ചാപ്റ്റർ വന്നാൽ അത് മാത്രം ഞാൻ ഇടത്തില്ല, 2 ചാപ്റ്റേഴ്സ് മിനിമം വരട്ടെ. അപ്പോഴേ വീഡിയോ കാണുന്ന നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ചുമ്മാ ഒരു ചാപ്റ്റേഴ്സ് മാത്രമായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് കാര്യമല്ലോ. സോ അടുത്ത വീഡിയോയിൽ കാണാം. വരുന്നവരേക്കും ബൈ ഗൈസ്, ബൈ.